ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മഴ സീസണിൽ, പ്രത്യേകിച്ച് മിക്ക ദിവസങ്ങളിലും മഴയാണ്. അങ്ങനെയുള്ള ഈ ഒരു സീസണിൽ നമുക്ക് യാതൊരുവിധ കെമിക്കലും ചേരാതെ എങ്ങനെ നമുക്ക് പുല്ലുണക്കാവുന്നുള്ള ഒരു ടിപ്പും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ കുറച്ച് നല്ല നല്ല ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ 2 പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. ഇതിൽ ഞാൻ നിറച്ച് കറിവേപ്പില എടുത്തിട്ടിട്ടുണ്ട്. ഇവിടുത്തെ കറിവേപ്പ് ഒടിഞ്ഞു വീണപ്പോൾ ഞാൻ ആ ഇലയെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിൻ്റെ ഒരു വെള്ളം നമുക്ക് ഇതിൻ്റെ പുറത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഒരു 2 മാസത്തോളമായിട്ടുണ്ട് ഞാനിങ്ങനെ കറിവേപ്പ് ഇതുപോലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. അപ്പം ഇത് ഞാൻ കഴുകാതെ തന്നെ, നമ്മുടെ നാടൻ കരിവേപ്പില ആയത് കാരണം ഞാനിത് കഴുകാതെ തന്നെ അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല. തണ്ടൊന്നും കളയാതെ കണ്ട് നമുക്ക് ഇതുപോലൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെയെങ്കിലും ഇരിക്കും. കാരണം ഇത് നമ്മൾ തണ്ടും ഇതെല്ലാം ഒന്നും കളയണ്ട. അതുപോലെ തന്നെ ഞാൻ കഴുകിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയാൽ മതി. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി. കാരണം രാസവളങ്ങളൊന്നും ചേരാത്തതാണ്. അപ്പം നമ്മൾ ഇതുപോലൊക്കെ ഇലയൊന്നും പ്രത്യേകം എടുത്ത് വെക്കേണ്ട കാര്യമില്ല. തണ്ടോടുകൂടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ തണ്ട് പോയിട്ട് നമുക്ക് ആ ഇല മാത്രമായിട്ട് ഇതുപോലൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം കഴുകി ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ഒരു കരിയാപ്പില നിങ്ങൾക്ക് ഒരുപാടൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഒരു ടിപ്പാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് തേങ്ങയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ തേങ്ങാവെള്ളം വെറുതെ വേസ്റ്റാക്കി കളയുവാണ് ചെയ്യുന്നത്. ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും തേങ്ങാവെള്ളം വെറുതെ കളയില്ല. അതിനുശേഷം ഞാനിവിടെ പുട്ടിനുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിലാണ് പുട്ടുപൊടി നനയ്ക്കാറുള്ളത്, അല്ലേ? അതേസമയം നിങ്ങൾ ഇതേപോലെയൊക്കെ ഈ ഒരു നമ്മൾ തേങ്ങ ഏതായാലും പുട്ടിന് ചേർക്കണമല്ലോ. ആ സമയത്ത് നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങാവെള്ളം നമ്മൾ ഇതുപോലൊക്കെ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലൊക്കെ തന്നെ പുട്ടിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ വെറുതെ കളയുന്ന തേങ്ങാവെള്ളം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ പച്ചക്കറികളൊക്കെ അരിയാറുണ്ടല്ലേ? സാമ്പാർ, അവിയൽ, ഇതിനൊക്കെ നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ആ വേസ്റ്റൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് അടുക്കള എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ഇതുപോലൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പാത്രത്തിലോ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വേസ്റ്റ് ചെടികളുടെ ചുവട്ടിലോ പച്ചക്കറികളുടെ ചുവട്ടിലോ ഒക്കെ ഡയറക്റ്റ് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, മീൻ ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് വിലയൊക്കെ കുറച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ ധാരാളം മീൻ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷേ കുറേ ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അത് കേടായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കേടായി പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ ഇതുപോലെ മീൻ വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതെല്ലാം ക്ലീൻ ചെയ്തില്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടിരിക്കുന്നത്. ടൈമും നമുക്ക് വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഇതുപോലെ മീനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് എടുത്തതിൻ്റെ ബാക്കി നമ്മൾ മാറ്റി വെക്കുമ്പം അത് ഇതുപോലൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊരു ഫ്രീസറിനകത്തേക്ക് ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേടുകൂടാതിരിക്കും. നമുക്ക് എപ്പം വേണോ അന്നേരം ഒക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ മസാല പുരട്ടി നമ്മൾ ഫ്രീസറിനകത്ത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പറമ്പിലെയും മുറ്റത്തെയും പുല്ലുണക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് 1 രൂപ ചിലവില്ലാതെ വീട്ടിലുള്ള 2-3 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പുല്ലെല്ലാം ഉണക്കിയെടുക്കാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത്. നമുക്ക് കടകളിൽ നിന്നൊന്നും കെമിക്കൽ ചേർന്ന യാതൊന്നും നമുക്ക് സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മണ്ണിന് തന്നെ അത് കേടാവും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഞാൻ അതിനായിട്ട് ഫസ്റ്റിൽ ഇവിടെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ പഴയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം, പുതിയതെടുക്കരുത്. പ്ലാസ്റ്റിക് ബക്കറ്റോ അല്ലാതെ എന്ത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് പഴയത് എന്തെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനായിട്ട് ഒഴിക്കുന്നത് വെള്ളമാണ്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുപ്പിക്ക് ഒരു ലിറ്ററിൻ്റെ കുപ്പി ആയത് കാരണം അതിന് 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പുല്ല് മാത്രമേ ഉള്ളൂ, അത് കാരണമാണ് നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ കൊണ്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ് ബ്ലീച്ചിങ് പൗഡർ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബ്ലീച്ചിങ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ്. കല്ലുപ്പുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, പക്ഷേ നമുക്ക് അലിയാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടി നമ്മൾ കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ. 1 ടീസ്പൂൺ സോപ്പ് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് ഇളക്കരുത്. വലിയ സ്പൂണോ തവിയോ അല്ലെങ്കിൽ കമ്പോ വല്ലതും വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിലും സോപ്പ് പൊടി ആണെങ്കിലും ഈ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പുല്ലുണങ്ങാൻ വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ വെയിലുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ മഴ സമയത്ത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസൾട്ടും കിട്ടുകയില്ല. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് തന്നെ നമ്മളിത് ചെയ്യണം, എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. കുപ്പിയിൽ അടപ്പിന് ഞാൻ ഹോളിട്ടതിന് ശേഷം ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേയർ ഉണ്ടെങ്കിലോ വലിയൊരു ബോട്ടിലുണ്ടെങ്കിലോ അതിനകത്ത് നിറച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കുപ്പിയിലേക്കൊന്ന് നിറച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബോട്ടിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് എല്ലാം നല്ലപോലെ അലിയുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കാൻ. ഞാൻ ഇനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലയിലും എല്ലാം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ളത് ഞാനിവിടെ കപ്പിനകത്ത് എടുത്തതാണ്. അതുകൂടെ ഞാനിവിടെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെയിലുള്ള ഒരു 11:30 സമയത്താണ് ഞാനിവിടെ ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് സ്പ്രേ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. ഒരു ദിവസമായെങ്കിൽ ഇടയ്ക്കൊന്ന് മഴ പെയ്തത് കാരണം അത്രയും അങ്ങോട്ട് ശരിയായിട്ടില്ല. എങ്കിലും ഒരു മുക്കാലും നമുക്കൊന്ന് ഉണക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ നിന്നതൊക്കെ വാടി വീണിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ല വെയിലത്ത് തന്നെ ചെയ്യണം. മഴ പെയ്താൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പുല്ലുണക്കാൻ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.